ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇന്നലെ ഫുൾ ഡേ ടെലിവിഷനിലെല്ലാം പബ്ലിഷ് ചെയ്യപ്പെട്ടിരുന്ന ഇസ്രായേൽ ഇറാൻ്റെ ഡ്രോണുകളെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രീൻ കളർ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. റഡാർ ഇമേജിൽ എടുത്തൊരു വീഡിയോ ആണത്. ആ വീഡിയോ മീഡിയയിലെല്ലാം വളരെയധികം പബ്ലിഷ് ചെയ്യപ്പെട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോയിൽ ഇറാൻ്റെ ഡ്രോണുകളെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഉപയോഗിച്ച ടെക്നോളജി, ആ ടെക്നോളജി ശരിക്കും ബറാക്ക് മേഗൻ സീ ഷീൽഡ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ ടെക്നോളജി ശരിക്കും ഇന്ത്യയുടെ ടെക്നോളജിയാണ്. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായിട്ട് നോക്കി കാണേണ്ടത്. അതായത് ഇസ്രായേൽ ഇറാൻ്റെ സ്വാം കാറ്റഗറിയിൽ വരുന്ന ഡ്രോൺസിനെയാണ് അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ആ ഡ്രോണുകളെ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിച്ചത് ഇന്ത്യയുടെ ടെക്നോളജിയാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇസ്രായേലിന്റെ പല ആയുധങ്ങളും പല സപ്പോർട്ടിംഗ് സിസ്റ്റം എല്ലാം ക്രിയേറ്റ് ആകുന്നത് ഇന്ത്യക്കുള്ളിലാണ് അതിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഒക്കെ ഉള്ളത്. ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ആ രീതിയിലുള്ള ഡിഫൻസ് കോപ്പറേഷൻ ഉണ്ട് താനും. ഇസ്രായേലിന്റെ IAIയും ഇന്ത്യയുടെ DRDOയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്ത് ഈ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതൊരു ജോയിന്റ് വെഞ്ചറാണ്. പക്ഷേ ഈ ഒരു സ്പെസിഫിക് ടെക്നോളജി ഇന്ത്യയുടേതാണ്. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട വിഷയം. ഇസ്രായേലിൽ നടക്കുന്ന യുദ്ധത്തിലും ഇന്ത്യക്ക് ഏത് രീതിയിൽ ഗുണകരമാകും എന്നുള്ളതാണ് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. ഒരു കാലഘട്ടത്തിലുള്ള ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻസ് പല മേഖലകളിലും, ഡിഫൻസ് മേഖലകളിലും പ്രത്യേകിച്ച് ശ്രദ്ധേയമായിട്ടുള്ള നിലവാരം പുലർത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തത് FATF സ്ട്രോങ്ലി കണ്ടംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് കണ്ടംപ്റ്റ് ചെയ്തത്? അതായത് പെഹൽഗാമിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിനെ കണ്ടംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ആർക്ക് വേണമെങ്കിലും ഈ രീതിയിലുള്ള കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ടുള്ള റെസൊല്യൂഷൻസ് പാസ്സാക്കാം. ഏത് സംഘടനയ്ക്കും പാസ്സാക്കാം, ഏത് വ്യക്തിക്കും പാസ്സാക്കാം, ഏത് രാജ്യത്തിനും മറ്റൊരു രാജ്യത്തിനോട് ഇത് പാസ്സാക്കാം. ഈ കണ്ടംപ്നേഷന് അപ്പുറം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കാരണം അമേരിക്ക ഒരു സൈഡിൽ നമ്മൾ പെഹൽഗാം ആക്രമണത്തിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള തെളിവുകൾ കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇത് തെളിവുകൾ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏത് അർത്ഥത്തിലാണ്? ആക്രമണം നടന്നിട്ടില്ല എന്നാണോ അമേരിക്ക പറഞ്ഞു വരുന്നത്? ഇല്ല. അവരുദ്ദേശിക്കുന്നത് നമ്മൾ പാകിസ്ഥാനെ തിരിച്ചടിച്ചല്ലോ, അതിനെയാണോ അവർ ഉദ്ദേശിച്ചത്? ഇല്ല. ഇവിടെ ചെറിയൊരു വിഷയം കിടപ്പുണ്ട്. അതായത് പെഹൽഗാം ആക്രമണം നടത്തിയ തീവ്രവാദികൾക്കും പാകിസ്ഥാനുമുള്ള ബന്ധം, അത് റെക്കോർഡിക്കലി ഡോക്യുമെന്റഡ് ആയിട്ട് എക്സാക്ട് ലിങ്ക്, ഒരു ഫ്ലോയും ഇല്ലാണ്ട് കണക്ഷൻ കൃത്യമായിട്ട് സ്ഥാപിച്ചുകൊണ്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിന്റെ തെളിവ്, അതാണ് വേണ്ടത്. അതായത് ഓറൽ സ്റ്റേറ്റ്മെന്റ്, വെർബൽ സ്റ്റേറ്റ്മെന്റുകൾ, ഇതിങ്ങനെ നടന്നിട്ടുണ്ട്, ഈ സംഘത്തിന്റെ പേപ്പറാണ് കിട്ടിയത്, ഈ സംഘമാണ് ഇത് പറഞ്ഞത്, ഇല്ലെങ്കിൽ ഈ തീവ്രവാദ ഗ്രൂപ്പാണ് ഇതിൽ ഇൻവോൾവ് ആയത്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് വ്യക്തമായ തെളിവ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വ്യക്തികളെ ഇന്ത്യ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? പാകിസ്ഥാനെ എങ്ങനെയാണ് ഇതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ചാലഞ്ച്. ഇന്ത്യൻ ഇന്റലിജൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കേണ്ട ലിങ്കുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇന്ത്യ കവറപ്പ് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല. കാരണം FATF ഇനി പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിലോ ബ്ലാക്ക് ലിസ്റ്റിലോ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇതൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു. ഈ അവസരത്തിൽ ഈ കണ്ടംപ്റ്റ് ചെയ്യുന്നതിന് ഉപരിയായിട്ട് എന്തെങ്കിലും തരത്തിൽ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ പെടുത്തിക്കൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ഐസൊലേറ്റ് ചെയ്യാനും അവർക്ക് കിട്ടേണ്ട ലോൺ സംവിധാനങ്ങളൊക്കെ FATF എന്ന് പറഞ്ഞു കഴിയുമ്പം മനസ്സിലായല്ലോ. ഇന്ത്യയിൽ ഒരാൾക്ക് ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ സിവിൽ സ്കോർ ചെക്ക് ചെയ്യുന്നത്, അതേപോലത്തെ പരിപാടിയാണ് രാജ്യങ്ങൾക്ക് ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് FATFന്റെ സർട്ടിഫിക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഒരു ബ്ലാക്ക് ലിസ്റ്റിലോ ഒരു ഗ്രേ ലിസ്റ്റിലോ ഈ തീവ്രവാദ രാഷ്ട്രത്തിനെ ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും ശക്തമായ തിരിച്ചടി. അപ്പോൾ അതിന് ഇന്ത്യ തയ്യാറാണോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. FATF ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. FATFന്റെ നിലവിലെ പ്രസിഡന്റായിട്ടുള്ള എലീസ ഡി ആൻഡയാണ് ഈ പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത്. 2025 FATFന്റെ ഈ ഒരു ഓർഗനൈസേഷന്റെ കൂട്ടായ്മ നടന്നത് മുനീച്ചിലാണ്. മുനീച്ച്, ജർമ്മനി, അവിടെയാണ് ഇത് നടന്നത്. അടുത്തത് 113 കിലോമീറ്റർ ലെങ്ത് വരുന്ന കനാൽ പ്രോജക്റ്റിനുള്ള ഫീസിബിൾ സ്റ്റഡി ഇന്ത്യ തുടങ്ങിയിരിക്കുകയാണ്. ഈ ഫീസിബിൾ സ്റ്റഡി എന്തിനാണെന്ന് പറഞ്ഞാൽ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ മേഖലകളിലേക്ക് ഈ ചെനാബ് റിവർ, ചലം റിവർ എന്ന് പറഞ്ഞ ഈ രണ്ട് റിവറും ഇൻഡസ് റിവറിന്റെ പോഷക നദികളാണ്. ഈ ഇൻഡസ് റിവർ, ചെനാബ് റിവർ, ചലം റിവർ, ഇത് മൂന്നും പോയി ചേരുന്നത് ഒരു ഒറ്റ ഡാമിലാണ്. ചെനാബ് റിവറിലും ചലം റിവറിലും ഉള്ള എക്സ്ട്രാ വാട്ടർ, അഡീഷണൽ ഫ്ലോ ആകുന്ന ആ വെള്ളം നമ്മൾ ഡൈവേർട്ട് ചെയ്ത് കനാൽ പ്രോജക്റ്റിലൂടെ നമുക്ക് ഇന്ത്യക്കുള്ളിലേക്കുള്ള ഈ പറഞ്ഞ 3 സ്റ്റേറ്റുകളിലേക്കും വഴിതിരിച്ച് വിടാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഇൻഡസ് വാട്ടർ പോകുന്ന ആ ഡാം, മെയിൻ ഡാമിന്റെ ജലനിരപ്പിൽ നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയും. അപ്പം അങ്ങനെ വെള്ളം അവിടെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ
പാകിസ്ഥാന് വെള്ളം കൊടുക്കാത്ത രീതിയിൽ ഈ ഇൻഡസ് വാട്ടറിൽ പണിതിരിക്കുന്ന ആ ഡാം നമുക്ക് വളരെ വ്യക്തമായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ഒരു വാട്ടർ ബാലൻസ് അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇന്ത്യ ഈ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ മുന്നോട്ടെടുത്ത് അതിന്റെ ഫീസിബിൾ സ്റ്റഡിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നടപടികൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കോണമിക് കോറിഡോർ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ചർച്ചകളാണ് ഈ ഇടപെട്ട കാലത്ത് മുന്നോട്ട് എടുത്തുകൊണ്ട് പോയത്. ഈ ഒരു G7 കൂടി ഇന്ത്യ ഈ ഒരു ഐമാക്കിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമുക്ക് മുൻനിർത്തി നോക്കുമ്പോഴത്തേക്കും നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച്, കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ ഐമാക് കോറിഡോർ പദ്ധതിയിൽ ഒരു നിർണായക പങ്കാളിയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നും ഈ ഒരു സാഹചര്യത്തിൽ ഈ ഐമാക് കോറിഡോറിന് ഒരു ചെറിയൊരു ബാക്ക്ലാഷ് സംഭവിച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റിലുള്ള ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹിയാനുമായിട്ട് ജയശങ്കർ, നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ സംസാരിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടിക്കാഴ്ച നടത്തി. അതായത് എങ്ങനെയെങ്കിലും ഈ ഇസ്രായേൽ ഇറാൻ ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഈ ഒരു അൺസർട്ടനിറ്റിക്ക് ഒരു സൊല്യൂഷൻ കാണണം, ഒരു ഡി എസ്കലേഷനുള്ള ഒരു സാധ്യത ഒരുക്കണം എന്നുള്ള രീതിയിൽ രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ടുണ്ട്. ഇവരെ രണ്ടുപേരും കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ നെതന്യാഹുവിനെ കോംപ്രമൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇറാനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം കാര്യങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. നെതന്യാഹുവിന്റെ പൊളിറ്റിക്കൽ ഇമേജ് ഒക്കെ ഇസ്രായേലിന്റെ ഉള്ളിൽ ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ മാത്രമല്ല, തയ്യബ് എർദോഗൻ, ഇരട്ടത്താപ്പിന്റെ ആശാനായ തയ്യബ് എർദോഗനും പറഞ്ഞിട്ടുണ്ട് ഞാൻ മീഡിയേഷന് തയ്യാറാണെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തയ്യബ് എർദോഗൻ വിചാരിച്ച പോലെ ഇത് സെലൻസ്കി അല്ല, പോയി ജസ്റ്റ് സംസാരിച്ച് സോൾവ് ചെയ്ത് നാറ്റോ മെമ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് കേട്ടോണ്ടിരിക്കാൻ. ഇത് നെതന്യാഹു ആണ്. അപ്പോൾ അതുകൊണ്ട് തയ്യബ് എർദോഗന്റെ ഒരു മീഡിയേഷനൊന്നും അവിടെ ഒരു രീതിയിലും വില പോവില്ല. അതുകൊണ്ടാണ് ഇന്ത്യയും UAE വെച്ചിട്ട് മറ്റുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് അറബ് കൺട്രീസ് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ താല്പര്യം എടുത്തിരിക്കുന്നത്. ഇന്ത്യക്കും ഇസ്രായേലിനുമുള്ള ബന്ധം വെച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു ഡി എസ്കലേഷന് ശ്രമിക്കാൻ പറ്റുമോ എന്നാണ് UAEയും ഇന്ത്യയും കൂടെ ചേർന്ന് ഈ ഒരു ചർച്ച നടത്തിയതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ ഇതിന്റെ നെക്സ്റ്റ് ലെവൽ ഇപ്പോൾ ഇന്ത്യ മാത്രമാണ് ഒരു മാർഗം എന്നല്ല പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു ചർച്ച അതായത് പല മാർഗങ്ങൾ തേടുന്നതിൽ ഇതും ഒരു മാർഗമായിട്ട് അറബ് കൺട്രീസ് ഇന്ത്യയെ മുൻനിർത്തി ശ്രമിക്കുന്നുണ്ട്. ഇത് ഒരു ട്രൈ ആണ്, ഒരു പരിശ്രമം അതാണ് നടത്താൻ ശ്രമിക്കുന്നത്. കാരണം ഇന്ത്യക്ക് ഇറാനുമായിട്ടും ബന്ധമുണ്ട്, ഇസ്രായേലുമായിട്ടും ബന്ധമുണ്ട്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദി സൈപ്രസിൽ എത്തിയിട്ടുണ്ട്. വാം വെൽക്കമാണ് കിട്ടിയത്. അവിടുത്തെ ഹയസ്റ്റ് സിവിലിയൻ ഹോണററി അവാർഡ് കൊടുത്തിട്ടുണ്ട് പ്രൈം മിനിസ്റ്റർ മോദിക്ക്. പ്രസിഡൻഷ്യൽ പാലസിൽ തന്നെയാണ് താമസം ഒരുക്കിയിരിക്കുന്നത്. ഒരുപാട് മീറ്റിംഗ്സ്, ബൈലേറ്ററൽ, ട്രേഡ്, ടെക്നോളജി, ഡിഫൻസ് മേഖല, 5 വർഷത്തെ ലോങ് റോഡ് പ്ലാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ലോങ് റൂട്ട് മാപ്പ് ഇട്ട് 5 years പ്ലാൻ ആണ് അവിടെ അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കംപ്ലീറ്റ് മെനൂസ് ഒക്കെ തയ്യാറാക്കി രണ്ട് രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ സൈപ്രസുമായിട്ട് വളരെ ശക്തമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. 1982 ഇന്ദിരാഗാന്ധി സൈപ്രസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രൈം മിനിസ്റ്റർ. അതുപോലെ 2002 പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി സന്ദർശിച്ചിട്ടുണ്ട് സൈപ്രസ്. ഈ 2 പ്രൈം മിനിസ്റ്റർ ഒഴികെ വേറെ ആരും തന്നെ സന്ദർശിച്ചിട്ടില്ല സൈപ്രസ്. ഇതിലുപരിയായിട്ട് 2002 മുതൽ ഇപ്പോഴത്തെ 2025 വരെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 20-22 വർഷത്തെ കാലയളവിൽ സൈപ്രസ് സന്ദർശിക്കുന്ന ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. 2 ഡെക്കേഡിനുള്ളിൽ, കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ ഒരു പ്രൈം മിനിസ്റ്റർ പോലും സൈപ്രസ് സന്ദർശിച്ചിട്ടില്ല ഇന്ത്യയിൽ നിന്നും. പിന്നെ കഴിഞ്ഞ 20 വർഷം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ 11 വർഷം NDA ഗവൺമെന്റ് തന്നെയാണ് ഭരിക്കുന്നത്. വേണമെങ്കിൽ മുമ്പേ പോവായിരുന്നു. അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുള്ളത്. അതുപോലെ അടുത്തത് പാകിസ്ഥാന്റെ ഉള്ളിൽ BLA, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിൽ 4 പാകിസ്ഥാൻ സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് ജമൂറാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ആക്രമണം നടന്നതായിട്ട് പാകിസ്ഥാൻ മാധ്യമങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4 പേരാണ് കൊല്ലപ്പെട്ടത്. അത് തുടർച്ചയായിട്ട് ഈ ഒരു ബലൂചിസ്ഥാൻ മേഖലയിൽ ഈ ഒരു ആക്രമണങ്ങൾ നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതായത് രാവിലെ എണ്ണീറ്റുടനെ ഈ ബലൂചിസ്ഥാൻ ആർമിയിലുള്ള ആൾക്കാർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ തോളിലൊരു തോക്കെടുത്ത് തൂക്കുക, നേരെ ഒരു പിക്കപ്പ് ട്രക്കിൽ കയറി ഇരിക്കുക, റോഡിലൂടെ ഇങ്ങ് പോവുക, വഴിയിൽ ഏതെങ്കിലും ചായക്കട കണ്ടു കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ടീ ഓർഡർ ചെയ്യുക, അത് കുടിച്ചുകൊണ്ട് തൊട്ടടുത്ത് ഏതെങ്കിലും പോലീസുകാരന്മാരോ ഏതെങ്കിലും പാകിസ്ഥാൻ ആർമിയിൽപ്പെട്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. നോക്കിയിട്ട് ആരെങ്കിലും ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തോക്കെടുക്കുക, ജസ്റ്റ് വെടിവെച്ചിടുക. ഇതാണ് ബലൂചിസ്ഥാൻ ആർമി ഇപ്പോൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് പാകിസ്ഥാനിൽ തന്നെ മോക്കിംഗ് വീഡിയോസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ബലൂചിസ്ഥാൻ ആർമി മാത്രമല്ല കേട്ടോ, ഇപ്പോഴത്തെ തെഹരിക്ക് താലിബാൻ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അവരും ഇതേ പരിപാടിയാണ് ചെയ്യുന്നത്. പാകിസ്ഥാൻ ആർമിയുടെയൊക്കെ ഒരു അവസ്ഥയെ
അടുത്തത് ഇസ്രായേലും ഫ്രാൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. ഇതിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇസ്രായേലാണ്, പ്രതി ഫ്രാൻസ് ആണ്. എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 16-ാം തീയതി ഫ്രാൻസിൽ വെച്ചിട്ട് ഒരു എയർ ഷോ, ഒരു ഡിഫൻസ് ഷോ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഷോയിൽ ഇസ്രായേലിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ഇസ്രായേലിനെ ഇത്തവണ തടഞ്ഞില്ല, കഴിഞ്ഞ തവണയൊക്കെ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇസ്രായേൽ വളരെ ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എക്സിബിറ്റ് ചെയ്തിരുന്ന സമയത്ത് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ബ്ലാക്ക് കളർ ബോർഡ് കൊണ്ട് മറച്ചു വെച്ചിരുന്നു. ഇസ്രായേലിന്റെ ഏരിയ ബ്ലാക്ക് കളർ ബോർഡ് കൊണ്ട് മറച്ചു വെച്ചിരുന്നതായിട്ട്, റെസ്ട്രിക്റ്റഡ് ഏരിയ പോലെ ആക്കി വെച്ചിരുന്നതായിട്ടുള്ള ഒരു ആരോപണം. അപ്പോൾ അതിന്റെ ഇമേജസ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു എക്സിബിഷനിൽ ഇസ്രായേലിനെ പങ്കെടുപ്പിക്കരുത്. അങ്ങനെ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരെയും പോലെ തന്നെ പങ്കെടുപ്പിക്കണം. അതിലൊരു വിവേചനം കാണിച്ചുകൊണ്ട് ഇങ്ങനെ ബ്ലാക്ക് കളർ ഹോർഡിങ്സ് ഒക്കെ വെച്ച് അതിനെ മറച്ചു വെച്ചത് അത്ര ശരിയായില്ല. അപ്പോൾ അതിന്റെ ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണം എന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ, തൃപ്തികരമായ രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ വേണമെന്നാണ് ഫ്രഞ്ച് ഗവൺമെന്റിനോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഇന്ത്യ ബാലിസ്റ്റിക് മിസൈൽ ഡിഫെൻഡ് ചെയ്യാനുള്ള ആ ഒരു ഡിഫൻസ് ടെക്നോളജി കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണെന്നാണ് വാർത്തകൾ വരുന്നത്. നമുക്ക് ബാലിസ്റ്റിക് മിസൈൽ ഡിഫെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഇല്ല എന്നില്ല. പക്ഷേ ഇന്ത്യയിൽ ഓണായിട്ട് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൽ ഈ ഒരു മേഖല ഇന്ത്യ ഫോക്കസ് ചെയ്യുന്നതാണ് വാർത്ത വരുന്നത്. ഞാനിത് ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ വാർത്തയിൽ പറഞ്ഞതാണ്. അതായത് F-35 അറ്റാക്ക് ചെയ്ത് വീഴ്ത്തി എന്ന് പറഞ്ഞിട്ട് ഇറാൻ തുടരെ 3-ാമത് വീഴ്ത്തി, 4-ാമത് വീഴ്ത്തി എന്നൊക്കെ വാർത്തകൾ പ്രൊപ്പഗൻഡ അടിച്ചിറക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ നടത്തിയ ഇതേ സെയിം ആരോപണത്തിനെ കമ്പയർ ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ സെയിം സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ പത്രമാധ്യമങ്ങളിൽ അടിച്ചു വന്നിരിക്കുന്നത്. ഇറാൻ നടത്തുന്ന ഈ ഒരു സൈക്കോളജിക്കൽ വാർഫെയർ മെത്തേഡ് സെയിം പാകിസ്ഥാൻ ഇന്ത്യ ആ ഒരു അറ്റാക്ക് നടന്ന സമയത്ത്, ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാൻ യൂസ് ചെയ്ത ടാക്ടിക്സ് ആണ് എന്നുള്ള നിലയിലാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. അതായത് ഒരു F-35 പോലും അടിച്ചു വീഴ്ത്തിയിട്ടില്ല. ഇന്ത്യയിലും അത് തന്നെയാണ് സംഭവം. ഒരു റഫായൽ ഫൈറ്റർ ജെറ്റ് പോലും പാകിസ്ഥാൻ വീഴ്ത്തിയിട്ടില്ല. ഇപ്പോഴും ചില ബിരുദന്മാർ ഇന്ത്യക്കുള്ളിൽ ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റ് പാകിസ്ഥാൻ അടിച്ചു വീഴ്ത്തി എന്ന് വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ആർമിയുടെ ചീഫ് പറഞ്ഞ ഒരു ഡയലോഗാണ്. ആ ഡയലോഗ് കറക്റ്റായിട്ട് മനസ്സിലാക്കാത്ത ആൾക്കാരാണ് ഈ രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻ വിശ്വസിച്ചുകൊണ്ട് നടക്കുന്നത്. പുള്ളി പറഞ്ഞത് ഫ്ലൈറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അടിച്ച് വീഴ്ത്തി എന്നല്ല പറഞ്ഞത്. നമ്മൾ മുന്നോട്ടെടുത്ത ഓപ്പറേഷൻ നിർത്തേണ്ടി വന്നു, അതാണ് ഉദ്ദേശിച്ചിരുന്നത്. അതൊരു പക്ഷേ പാർഷ്യലി 1-2 ബുള്ളറ്റുകൾ വേണമെങ്കിൽ നമ്മളുടെ ഫൈറ്റർ ജെറ്റിന്റെ മേളിൽ കൊണ്ടിട്ടുണ്ടാവാം. പല രീതിയിലുള്ള അറ്റാക്കുകളാവാം. അതിൻ്റെ അർത്ഥം ഇന്ത്യൻ ഫ്ലൈറ്റിനെ പാകിസ്ഥാൻ അടിച്ച് വീഴ്ത്തി എന്നല്ല. എവിടെയും അങ്ങനെ ഒരു റിപ്പോർട്ടും ഇല്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടേ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. ഇറാനിൽ നിന്നും ഇന്ത്യൻ സ്റ്റുഡൻസിനെ ഇവാക്യുവേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം വളരെയധികം ശക്തിപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കശ്മീരിന്റെ ഭാഗത്തു നിന്നാണ് ഈ ഒരു റിക്വസ്റ്റ് വന്നിരിക്കുന്നത്. കാരണം കശ്മീരിലുള്ള ഏറ്റവും കൂടുതൽ കുട്ടികൾ അവിടെ സ്റ്റുഡൻസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മെഡിക്കൽ വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ അവരെല്ലാം സേഫ് ഷെൽട്ടറിലാണ് വെച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇറാന്റെ ഉള്ളിൽ, തെഹ്റാന്റെ ഉള്ളിൽ സേഫ് ഷെൽട്ടർ എത്രമാത്രം സുരക്ഷിതമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല, അറിയാത്ത കാര്യമാണ്. ഇസ്രായേൽ ആണെങ്കിൽ ബങ്കർ ബസ്റ്റർ ഉപയോഗിക്കുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ബോംബിംഗ് സിസ്റ്റംസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഷെൽട്ടറും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ എത്രയും വേഗം ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെ ഇറാനിൽ നിന്നും ഒഴിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. അപ്പോൾ അതിന്റെ നെഗോസിയേഷൻ സ്റ്റോക്സ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏത് വിധേനയും ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തും. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇസ്രായേലാണ്. നമുക്ക് വേണമെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ പെർമിഷനൊക്കെ ചോദിച്ചിട്ട്, അഥവാ ആ രീതിയിൽ ആക്രമണം അകത്ത് നടക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താനുള്ള സമയമൊക്കെ കിട്ടും. പക്ഷേ അത് എത്രയും വേഗം വേണം, അതാണ് ടൈംലി ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കുന്നതായിട്ട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് രൺധീർ സിംഗ് ജയ്സ്വാൾ പറഞ്ഞിട്ടുണ്ട്. കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.